അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയായി 59 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. അതായത് മുക്കാൽ ഹിസ്ബ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 60-ാമത്തെ ആയത്താണ് മനഃപ്പാഠമാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം മനഃപ്പാഠമാക്കിയതുപോലെ വളരെ എളുപ്പത്തിൽ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചാനലിനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ, അവർക്ക് വേണ്ടി ഞാൻ UPI ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സുകൾ മനഃപ്പാഠമാക്കാത്തവർ എത്രയും പെട്ടെന്ന് മനഃപ്പാഠമാക്കി ക്ലാസ് തുടരുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. ഇനി നമുക്ക് ഈ ആയത്തിന്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ ഖാഫ്, അതേപോലെ ളാദ്, സ്വാദ്, റ എന്നീ 4 അക്ഷരങ്ങളാണ് കനപ്പിച്ചോതേണ്ട അക്ഷരങ്ങൾ, തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. പിന്നെയുള്ളത് മദ് അസ്ലിയുടെ നിയമമാണ്, ലിഖൗമിഹി. പിന്നെയുള്ളത് ഇദ്ഗാം മിസ്ലൈൻ, സുക്കൂനുള്ള ബാക്ക് ശേഷം രണ്ടാമതും ഷദ്ദുള്ള ബായാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ ബാ രണ്ടാമത്തെ ബായിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ചോതണം. ഫഖുൽനാ ഇദ്രിബ് ബിഅസാകൽ ഹജർ. പിന്നെ ഇവിടെ ഹജർ എന്ന സ്ഥലത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ റാക്ക് സുക്കൂൻ കൊടുക്കണം. ബിഅസാകൽ ഹജർ. പിന്നെയുള്ളത് ഇഖ്ഫാന്റെ നിയമമാണ്. ഫജറത്ത്, സുക്കൂനിലെ നൂനിന് ശേഷം ഇഖ്ഫാന്റെ അക്ഷരമായ ഫായാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നൂനിനെ മറച്ചു വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. ഇവിടെയും തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഖാഫ്, റ, ളാദ് എന്നീ അക്ഷരങ്ങളാണ്. ഇവിടെയും ഇഖ്ഫാന്റെ നിയമമുണ്ട്. അശ്റത ഐനൻ, ഇവിടെ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ അശ്റത ഐന. ഇനി അഥവാ നിർത്തുന്നില്ല എങ്കിൽ അശ്റത ഐനൻ ഖദ്, അവിടെ നിയമമാണ് വരിക. പിന്നെ ദാലിൽ സുക്കൂനുണ്ട്, അതുകൊണ്ട് അവിടെ കൽക്കലയുടെ നിയമം വരും, ഖദ്. പിന്നെയുള്ളത് ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്, ഉനാസിം മശ്റബഹും. പിന്നെയുള്ളത് ഇദ്ഗാം ബിലാ ഗുന്ന, മിർ റിസ്കില്ല. ഇവിടെ നൂന് സൈലന്റ് ആയിരിക്കും, പൂർണ്ണമായും റാലേക്ക് ചേർത്തി ഓതണം, നൂനെ സൈലന്റ് ആക്കിയിട്ട്. പിന്നെയുള്ളത് മദ് ആരിദ് സുക്കൂനാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥവിവരണം നോക്കാം. മൂസാ നബി തൻ്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളത്തിന് അപേക്ഷിച്ച സന്ദർഭവും ശ്രദ്ധിക്കുക. അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടി കൊണ്ട് പാറമേൽ അടിക്കുക. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവുകൾ പൊട്ടി ഒഴുകി. ജനങ്ങളിൽ ഓരോ വിഭാഗവും അവരവർക്ക് വെള്ളമെടുക്കാനുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നാശകാരികളായി തീരരുത് എന്ന് നാം അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതാണ് ഈ ആയത്തിൻ്റെ നേരായ അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വഇദ് ഇസ്തസ്ഖാ മൂസ കുടിക്കുവാൻ വെള്ളത്തിന് അപേക്ഷിച്ചപ്പോൾ, ലിഖൗമിഹി തൻ്റെ ജനതയ്ക്ക് വേണ്ടി, ഫഖുൽന അപ്പോൾ നാം പറഞ്ഞു, ഇദ്രിബ് നീ അടിക്കുക, ബിഅസാക നിന്റെ വടി കൊണ്ട്, അൽ ഹജർ പാറക്കല്ലിന് അഥവാ പാറയെ, ഫൻഫജറത്ത് അപ്പോൾ പൊട്ടിയൊഴുകി, മിൻഹു അതിൽ നിന്ന്, 12 ഐനൻ ഉറവ് അഥവാ അരുവി, ഖദ് അലിമ അറിയുകയുണ്ടായി, കുല്ലു ഉനാസിൻ എല്ലാ മനുഷ്യരും,
മഷ്റബഹും അവർ കുടിക്കേണ്ടുന്ന സ്ഥാനം. കുലു നിങ്ങൾ തിന്നുവിൻ, വഷ്റബു നിങ്ങൾ കുടിക്കുകയും ചെയ്യുവിൻ, മിർ റിസ്കി ആഹാരത്തിൽ നിന്ന്, അല്ലാഹി അല്ലാഹുവിൻ്റെ, വലാ തഅസൗ നിങ്ങൾ കുഴപ്പം ചെയ്യരുത്, ഫിൽ അർളി ഭൂമിയിൽ, മുഫ്സിദീൻ നാശമുണ്ടാക്കുന്നവരായിക്കൊണ്ട്. ഇതാണ് ഈ ആയത്തിന്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്ത് മനഃപ്പാഠമാക്കാൻ നോക്കാം. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ. ഇനി ഈ ഭാഗം ഒന്ന് കാണാതെ പോയി നോക്കൂ. അത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിനു ശേഷം നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ. ഈ ആയത്തിന്റെ ഈ ഭാഗം മനസ്സിൽ പതിഞ്ഞോ എന്ന് നോക്കുക. മനസ്സിൽ പതിയുന്നതുവരെ നിങ്ങൾ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിനു ശേഷം നമുക്ക് ആ രണ്ട് ഭാഗങ്ങളും ചേർത്ത് ഓതി നോക്കാം. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ. ഈ ഭാഗം മനസ്സിൽ പതിയുന്നവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിയതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ആദ്യം ഒന്ന് കാണാതെ ഓതി നോക്കൂ. فانفجرت من اثنتا عشرة عينا فانفجرت من اثنتا عشرة عينا فانفجرت منه اثنتا عشرة عينا. ഈ ഭാഗം കാണാതെ ഓതി നോക്കൂ. മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. قد علم كل أناس مشربهم قد علم كل أناس مشربهم قد علم كل أناس مشربهم. ഈ ഭാഗം കാണാതെ ഓതി നോക്കൂ. മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് ഭാഗങ്ങൾ കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم. ഈ ഭാഗം മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. ഈ ഭാഗം ഒന്നും കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. കുലൂ വഷ്റബൂ മിർ റിസ്ഖില്ലാഹി കുലൂ വഷ്റബൂ മിർ റിസ്ഖില്ലാഹി കുലൂ വഷ്റബൂ മിർ റിസ്ഖില്ലാഹി. ഇതൊന്ന് മനസ്സിൽ പതിഞ്ഞത് നോക്കൂ. ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ولا تعثوا في الأرض مفسدين وإذ قلتم ولا تعثوا في الأرض مفسدين وإذ قلتم ولا تعثوا في الأرض مفسدين.
വൈദ് ഖുൽതും. ഇനി ഈ ഭാഗം കാണാതെ പോയി നോക്കൂ. മനസ്സിൽ പതിരുന്നെങ്കിൽ ഈ ഭാഗങ്ങൾ നമുക്ക് കൂട്ടിവെച്ച് നോക്കാം. കുലൂ വശ്റബൂ മിർ റിസ്ഖില്ലാഹി വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. വഇദ് ഖുൽതും കുലൂ വശ്റബൂ മിർ റിസ്ഖില്ലാഹി വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. വഇദ് ഖുൽതും കുലൂ വശ്റബൂ മിർ റിസ്ഖില്ലാഹി വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. വഇദ് ഖുൽതും. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ആ വരി മനസ്സിൽ പതിരുന്നെങ്കിൽ നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും ഒന്ന് ഓതി നോക്കാം. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَّشْرَبَهُمْ كُلُوا وَاشْرَبُوا مِن رِّزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ. وَإِذْ قُلْتُمْ. ഇനി ഈ ആയത്തൊന്ന് കാണാതെ നോക്കൂ. ഈ ആയത്ത് മനഃപ്പാഠമാക്കുന്നതുവരെ നിങ്ങൾ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. മനഃപ്പാഠമാക്കിയാൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഇപ്പം നമ്മൾ ചെയ്ത പോലെ ആദ്യം തന്നെ ഓരോ ആയത്തിൻ്റെ ഭാഗങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിൽ പതിപ്പിക്കുക. പലതവണ ആ ഭാഗങ്ങൾ മനസ്സിൽ ആവർത്തിച്ച് ഓതിയാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിൽ പതിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ പഠനം എളുപ്പമാവുകയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തേത് നോക്കാം. ഒരു ആയത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയത്ത് കണക്ട് ചെയ്ത് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചുരുങ്ങിയത് 20 തവണയെങ്കിലും കാണാതെ ആവർത്തിച്ച് ഓതണം. ഇത് ആ ആയത്തിനെ നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത്, സ്വയം തിരുത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച ആയത്ത് കാണാതെ ഓതി നോക്കിയാൽ എവിടെയെങ്കിലും തടസ്സമോ തെറ്റോ വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം ഖുർആൻ നോക്കി ആ റെക്കോർഡിംഗ് കേട്ട് നോക്കിയാൽ എവിടെയാണ് തെറ്റിയതെന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിക്കും. നാലാമത്തേത്, ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പഠിച്ചുറപ്പിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദീർഘനേരം നിസ്കരിക്കാൻ പറ്റും. കൂടാതെ വെറുതെ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഈ ആയത്തുകൾ മനസ്സിലോ പുറത്തോ ഓതിക്കൊണ്ടിരിക്കുക. എത്രത്തോളം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് മറന്നു പോകാതിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈഹാർട്ട് ആയതിനു ശേഷം മാത്രം ഒരു നല്ല ഖുർആൻ പാരായണത്തിൻ്റെ MP3 ആവർത്തിച്ച് കേൾക്കണം. അത് നിങ്ങൾ മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം മാത്രം കേൾക്കുക. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്.
ഇൻഷാ അല്ലാ നാളെ നമ്മൾ 61-ാമത്തെ ആയത്തിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.